ഇസ്രയേൽ ഒറ്റപ്പെട്ടുവെന്ന് പലരും പറയുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ അഭൂതപൂർവമാണെന്നും മോദി തൻ്റെ ഉറ്റ സുഹൃത്താണെന്നുമൊക്കെയുള്ള പൊക്കിപ്പറച്ചിൽ നടത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. മോദി തൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലുമായി മികച്ച ബന്ധം നടത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു അഭിമുഖത്തിൽ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പറയട്ടെ, എന്തോ ഒന്ന് നെതന്യാഹുവിന് കാര്യമായി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പൊക്കിയടി എന്ന് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. മുൻപ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം ആവശ്യമായി വന്ന ഒരു ഘട്ടം, ആദ്യമൊക്കെ അതിനെ വിസമ്മതിച്ച് നിന്ന ട്രംപിനെ വീഴ്ത്തിയത് ട്രംപിൻ്റെ ആ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ചുകൊണ്ടാണ്. ട്രംപിന് കിട്ടാതെ നിൽക്കുന്ന നോബൽ സമ്മാനത്തിന് ട്രംപിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ പൊക്കിയടിച്ച് ആ കാര്യം സാധിപ്പിച്ചെടുത്തത്. പിന്നാലെ അമേരിക്കക്ക് ലോക മേൽക്കോയ്മയിലും സൈനിക സാമ്പത്തിക ആയുധ മേഖലകളിലും അന്താരാഷ്ട്ര വേദികളിലും കനത്ത തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ ഇറാനെ ആക്രമിച്ചതിലൂടെ ഇന്ത്യക്കും കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഇറാനിലെ ചബഹാർ തുറമുഖത്തു നിന്നും ഇന്ത്യക്ക് ചെറിയ ഒരു ഇടവേളയിലാണെങ്കിൽ പോലും പിന്തിരിയേണ്ടി വന്നു. ഇറാനിലൂടെയുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്കും ഭാവിയിൽ തിരിച്ചടി ഉണ്ടായേക്കുമോ എന്ന ഭയം പോലും നിഴലിക്കേണ്ട അവസ്ഥ വന്നു. ഇറാൻ അമേരിക്ക വിഷയത്തിൽ ഇന്ത്യയായിരുന്നു മധ്യസ്ഥ സ്ഥാനം കൈക്കൊള്ളേണ്ടിയിരുന്നത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ ആ നിർണായക സ്ഥാനം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഒരു വേള ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയണം റഷ്യയോട് തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ എന്ന്, അല്ലെങ്കിൽ അവരോട് ചർച്ചയ്ക്ക് വരാൻ എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതുപോലും നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇറാൻ വിഷയത്തിൽ ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാൻ ആ റോളിലേക്ക് എത്തിയതാണ് നമ്മൾ കണ്ടത്. കാരണം എന്താണ്? ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്നു. ഇറാനെ ഏത് നിമിഷവും ഇസ്രയേൽ ആക്രമിക്കും എന്ന അഭ്യൂഹം നിലനിൽക്കുന്ന സമയത്തായിരുന്നു ആ സന്ദർശനം. തീർത്തും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്ന സന്ദർശനം. പല അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും പറയുന്നത് ഇന്ത്യയെ യഥാർത്ഥത്തിൽ ആ സമയത്തേക്ക് ഇസ്രയേൽ ക്ഷണിച്ചു വരുത്തി അതിൽ ഇന്ത്യ ഇറാനുമായുള്ള ബന്ധം കൊണ്ട് ഒരുപക്ഷെ ഈ വിഷയത്തിൽ എങ്ങനെ നിലപാട് സ്വീകരിക്കും എന്നത് അവ്യക്തത കൃത്യമായി ഉറപ്പുവരുത്തുകയായിരുന്നു, അല്ലെ അതിൽ വ്യക്തത ഉറപ്പുവരുത്തുകയായിരുന്നു ഇസ്രയേൽ ആ സന്ദർശനം കൊണ്ട് ചെയ്തത് എന്നാണ്. മോദി ഇസ്രയേലിൽ നിന്നും വിമാനം കയറിയ ഉടനെ തന്നെ ഇറാന് നേരെ ആക്രമണമുണ്ടാവുകയും ചെയ്തു. ഫലത്തിൽ ഇന്ത്യക്ക് ഒരു നെഗോഷിയേറ്റർ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന സ്ഥാനം അവിടെ നഷ്ടമാവുകയാണ്. ഇന്ത്യയിൽ പരിശീലനം കഴിഞ്ഞു മടങ്ങിയ ഇറാൻ നാവികരെ അമേരിക്ക ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ടായി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. പക്ഷേ ഇന്ത്യ പ്രതികരിക്കാൻ സമയമെടുത്തു. ഈ സംഭവം ഇന്ത്യക്ക് വലിയ ഷോക്കായി മാറുന്നുണ്ട്. ഇന്ത്യയായിരുന്നു മീഡിയേറ്റർ എങ്കിൽ ഇന്ത്യക്ക് കൃത്യമായ വോയിസ് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ആ സ്ഥാനം സൗദിയുടെ ബലത്തിൽ പാകിസ്ഥാൻ തട്ടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നാലെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതും നമ്മൾ കണ്ടു. ഈ 2 രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രയെ മറ്റു രാഷ്ട്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ 2 രാഷ്ട്രങ്ങളും ചേർന്ന് ആക്രമിച്ച രാജ്യത്തെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കൊരു മുന്നറിയിപ്പാണ്. ഒരുപക്ഷെ ഇന്ത്യ ആക്രമിക്കാൻ കെൽപ്പ് പാകിസ്ഥാനും സൗദിക്കും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർക്ക് ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധത്തിലും വ്യാപാര കരാറുകളിലും മറ്റു പദ്ധതികളിലുമൊക്കെ ഒരു തടസ്സമാവാനോ ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകാനോ ഒക്കെ സാധിക്കാം. ഇന്ത്യ വലിയ സൈനിക സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ്. പാകിസ്ഥാനേക്കാൾ വലിയ എല്ലാം കൊണ്ടുമുള്ള സൈനിക സാമ്പത്തിക രാഷ്ട്രീയ ബലമെല്ലാം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. പക്ഷേ ഈ ഒരു കരാറിലൂടെ ഇത്തരത്തിലുള്ളൊരു അവസ്ഥകളെ ഇവർ ഉണ്ടാക്കിയെടുത്തത് പോലും ഈ യുദ്ധകാലയളവിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ഇസ്രയേലിനെ വെറുക്കുകയാണ്. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും യൂറോപ്പിലെയും ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഒന്നടങ്കം ഇസ്രയേൽ ഒരു വെറുക്കപ്പെട്ട ഭീകര രാഷ്ട്രമായി ഇസ്രയേലിനെ ഭീകര രാഷ്ട്രമായി മുദ്ര കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലുമായി സഹകരണം തുടരുന്ന പല രാജ്യങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഇസ്രയേലിൽ വളരെ ക്രൂരനായ നെതന്യാഹുവിന് നേരെ വലിയ പ്രതിഷേധം തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ലോകത്തിലെ ഏറ്റവും ശക്തമായുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യ തനിക്കൊപ്പമാണെന്ന് നെതന്യാഹു പറയുന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അങ്ങനെ വരുത്തി തീർക്കൽ നെതന്യാഹുവിന് ആവശ്യമാണ്. ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെടൽ നെതന്യാഹു ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഇസ്രയേലികൾ ചർച്ചയാക്കുമ്പോൾ സ്വാഭാവികമായും നെതന്യാഹു അതിനെ ബന്ധപ്പെടുത്തുന്നത്, കണക്ട് ചെയ്യുന്നത്, എൻ്റെ ഉറ്റ സുഹൃത്താണ് ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ തനിക്കൊപ്പമാണ് എന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാക്കുകയും ആ പ്രതീതിയിലൂടെ നെതന്യാഹു രാജ്യം ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇന്ത്യയുമായുള്ള സൗഹൃദത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്ത് വന്നത്. ഈ സൗഹൃദത്തിനിടയിലും ഒരു ഭീഷണിയുടെ സ്വരം പോലും നെതന്യാഹു മുഴക്കുന്നുണ്ട്. ഇന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ഈ ബന്ധം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്നതൊരു ഓർമ്മിപ്പിക്കലാണ്. കാരണം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ പിന്തുണച്ചുകൊള്ളണം, ഇല്ലെങ്കിൽ എന്ന ഒരു ധ്വനി അതിനകത്തുണ്ട്. സ്വന്തം നിലനിൽപ്പിനും വിജയത്തിനും ആരെയും മണിയടിക്കാൻ നെതന്യാഹു തയ്യാറാണ്. ഇനി അതിൽ മോദി വീണു പോകാൻ പാടില്ല. ഇറാൻ ഇന്ത്യയുടെ കാലങ്ങളായുള്ള ഉറ്റ സുഹൃത്ത് രാജ്യമാണ്. പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യൻ ടാങ്കർ കപ്പലുകൾക്ക് മാത്രം പ്രത്യേകം പ്രവേശനാനുമതി കിട്ടിയതുപോലും ഈ ബന്ധത്തിന്റെ പേരിലാണ്. ഇസ്രയേൽ ഇറാനെ ജയിക്കാൻ പോകുന്നില്ല എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ചേരിചേരാ നയങ്ങളിലൂടെ ഇന്ത്യ മുന്നോട്ടു പോയാൽ ഇന്ത്യക്ക് ബഹുമാനം ലഭിക്കും. മുൻകാലങ്ങളിൽ നമുക്ക് കിട്ടിയ ആ സ്ഥാനം നമുക്ക് അന്യമായിക്കൂടാ.